നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനെയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായ MK കണ്ണൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഉടൻ നോട്ടീസ് നൽകുമെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ CPIM കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കാടയും മധു അമ്പലപുരവും EDക്ക് മുൻപിൽ ഹാജരായിരിക്കുകയാണ്. തൃശൂർ കോർപ്പറേഷനിലെ CPIM കൌൺസിലറാണ് അനൂപ്. നേരത്തെയും അനൂപിനെ പലവട്ടം ED ചോദ്യം ചെയ്തിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരവും EDക്ക് മുൻപിൽ ഹാജരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇരുവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ട ED നോട്ടീസ് നൽകിയത്. വടക്കാഞ്ചേരി കൌൺസിലർ മധു അമ്പലപുരത്തെയും ED വിളിപ്പിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും വിശദാംശങ്ങൾ തേടിയതിനും ശേഷമായിരിക്കും AC മൊയ്തീനെ വിളിപ്പിക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് ED കടക്കുക. കേസിൽ നേരത്തെ ED ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55ഓളം പേരാണ് പ്രതികൾ. ഇതിന് ശേഷം ചില നടപടികൾ ഉണ്ടായെങ്കിലും പിന്നീട് ഇതിൽ കാലതാമസം നേരിട്ടു. ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ 50ഓളം പേരാണ് ഉണ്ടായിരുന്നത്. EDയുടെ ഇപ്പോഴത്തെ നീക്കത്തിലൂടെ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നുവെന്ന് വേണം വിലയിരുത്താൻ. തട്ടിപ്പ് കേസിൽ തൃശൂരിലെ CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ED അന്വേഷണത്തിന്റെ പരിധിയിലാണ്. അനധികൃതമായി വായ്പ നൽകി ബാങ്കിലെ നിക്ഷേപമായ 125 കോടിയോളം രൂപ തട്ടിച്ചുവെന്നതാണ് കരുവന്നൂർ ബാങ്ക് കേസ്. കേസിൽ മുതിർന്ന CPIM നേതാവ് AC മൊയ്തീന് പങ്കുണ്ടെന്ന് EDക്ക് മൊഴി ലഭിച്ചു. ഒരു ഘട്ടത്തിൽ AC മൊയ്തീന്റെ സ്വത്ത് വിശദാംശങ്ങൾ, ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ മൊയ്തീനെതിരെ മുഖ്യസാക്ഷി ജിജോർ നിർണായക മൊഴി നൽകി. AC മൊയ്തീന്റെ ബിനാമിയായി P സതീഷ് കുമാർ പ്രവർത്തിച്ചു. നേതാക്കളുടെ ബിനാമിയായ സതീഷ് കുമാർ പണം പലിശയ്ക്ക് കൊടുത്തു. 100 രൂപയ്ക്ക് 10 രൂപ പലിശ ഇയാൾ ഈടാക്കിയിരുന്നുവെന്നും ജിജോർ മൊഴി നൽകിയിരുന്നു. മുൻ സഹകരണ രജിസ്ട്രാർമാർ CK ചന്ദ്രൻ, പ്രധാന പ്രതികളായ ബാങ്ക് മുൻ മാനേജർ ബിജു കരി, അക്കൗണ്ടന്റ് CK ജിൽസ്, പ്രധാന പ്രതിയായ മുൻ സെക്രട്ടറി സുനിൽ കുമാറിന്റെ അച്ഛൻ എന്നിവർ മൊയ്തീന് പങ്കുണ്ടെന്നാണ് EDക്ക് മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.